അസ്സലാമു അലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് വിത്ത് വെജിറ്റബിൾസ് കേട്ടോ. ഇതിനായി ഞാനൊരു 4 പീസ് ബോണിൻ പീസാണ്, 250 ഗ്രാം ഉണ്ടാവും. അത് കുക്കറിൽ അര പീസ് മീഡിയം സൈസിൻ്റെ സവാളയും 4 കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമും പിന്നീട് 1 മണിക്കൂറോളം ലോ ഫ്ലെയിമിലും വേവിച്ചെടുത്തു. ശേഷം ഈ പീസ് മാറ്റി വെള്ളം അവിടെ മാറ്റി വെച്ചു. ഇനി വേറൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും നീളത്തിലരിഞ്ഞതും അതൊന്ന് വാടിയാൽ നേരത്തെ ചിക്കൻ വേവിക്കാൻ ചേർത്ത സവാളയുടെ ബാക്കിയുണ്ടല്ലോ, ആ സവാള ചെറുതായിട്ട് മുറിച്ചതും ഇവിടെ ചേർത്ത് വഴറ്റി കൊടുത്തു. പിന്നെ 2 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസ് ചേർത്ത് കൊടുത്തു, 3 ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. ഈ ചില്ലി ഗാർലിക് സോസ് ഇവിടെ ഹോം മെയ്ഡാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഉണക്കമുളകും വെളുത്തുള്ളി നന്നായിട്ട് കുറച്ച് പഞ്ചസാര വിനെഗറും ചേർത്ത് അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. ശേഷം നേരത്തെ വേവിച്ച ചിക്കൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് തിളച്ചാൽ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ 1/2 കപ്പ് വീതമുള്ളത് ഇതിൽ ചേർത്ത് കൊടുത്തു. ഇതൊരു ചൈനീസ് സൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാകത്തിന് വെന്താൽ മതി പച്ചക്കറികൾ. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ ബോണിൻ പീസായിട്ടുള്ള ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റിയത് അതിലോട്ട് ഇട്ട് കൊടുത്തു. സൂപ്പിനൊരു കൊഴുപ്പ് വരാനായിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലോറും 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് നീളത്തിൽ നല്ല തിളയുണ്ടാകുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു നൂല് പോലെ ഈ സൂപ്പിൽ കാണുന്നുണ്ടാകും. അത് കാണാനൊരു ടേസ്റ്റാണ്. അത് ചൈനീസ് സൂപ്പുകളിലെ ഒരു മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ പച്ചക്കറികളിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനെഗറും അതുപോലെ 1 ടീസ്പൂൺ സോയാ സോസ് കുറച്ച് ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്തു. ഈ സൂപ്പ് ഒരു ഭയങ്കര റീഫ്രഷിങ് സൂപ്പാണ് കേട്ടോ. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാം, അല്ല നോർമലായിട്ട് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.